ഹായ് ഫ്രണ്ട്സ്, ലായനികൾ എന്ന ടോപ്പിക്കിൽ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്നത്തേത്. അതായത് 6th സ്റ്റാൻഡേർഡിലെ 5th ലെസൺ ന്യൂ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ, ഈ ഒരു ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ മിശ്രിതം എന്താണ്, പിന്നെ മിശ്രിതത്തിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്, ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ആറ്റം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണത്തോട് കൂടിയിട്ടാണ്. മകൻ അച്ഛനോട് ചോദിക്കുകയാണ്, അവരെന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, മിക്സർ ആണല്ലേ. അപ്പൊ ചോദിക്കുകയാണ്, കുട്ടി ചോദിക്കുകയാണ്, അച്ഛാ ഇതെന്തിനാ പല വസ്തുക്കൾ ഈ പലഹാരത്തിൽ കൂട്ടിക്കലർത്തിയത്? ഇതിൽ ചിലത് എനിക്ക് തീരെ ഇഷ്ടമല്ല എന്നാണ് കുട്ടി പറയുന്നത്. അച്ഛൻ എന്താ പറയുന്നത്? പലഹാരത്തിന്റെ ഈ പ്രത്യേകതയാണ് മോനെ പിന്നീട് ഇതിന്റെ പേരായിട്ട് മാറിയത്, അല്ലെ, മിക്സ്ചർ എന്ന പേര്. അപ്പൊ നോക്കാം. അപ്പൊ ഈ മിക്സ്ചറിൽ ഇത് പല ടൈപ്പ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെ. അപ്പൊ വൈവിധ്യമാർന്ന ഇത്തരം വസ്തുക്കൾ നമ്മൾ നിത്യജീവിതത്തിലും ഉപയോഗിക്കാറുണ്ട്. ആഹാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നിരവധി വസ്തുക്കളെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ കൃഷി, ആരോഗ്യം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിലൊക്കെ ആയിട്ട് പല വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് ആണെങ്കിലും ശരി, അതൊരു മിക്സ്ചർ ആണ്, അല്ലെ. കമ്പോസ്റ്റ് ആണെങ്കിലും ശരി, അതൊക്കെ മിക്സ്ചേഴ്സ് ആണ്. ഇനി എന്താ പറയുന്നത്? നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ്, അല്ലെ? സിമെന്റ്, മെറ്റല്, പിന്നെന്താണ്, മണല്, അങ്ങനെയുള്ള കുറെ, അല്ലെ, വെള്ളം, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ആ ഒരു മിക്സ്ചർ നമ്മൾ റെഡിയാക്കാം. ഓക്കെ. പിന്നെ കമ്പോസ്റ്റ് വളം നിർമ്മിക്കാൻ വീട്ടിലെ ജൈവ മാലിന്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്, പ്രത്യേകിച്ച് അടുക്കള വേസ്റ്റ് ഒക്കെ. അപ്പൊ കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മിക്സ്ചർ, ഇതൊക്കെ എന്താണ്? ഇതിന്റെ എല്ലാം ഒന്നിൽ കൂടുതൽ വസ്തുക്കളുടെ ഒരു കോംബോ ആണ്, അല്ലെ. അപ്പോൾ അവ ഓരോന്നും ഒന്നിലധികം വസ്തുക്കൾ ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത്. വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാലഡ് ആവട്ടെ, അച്ചാറാവട്ടെ, ഇതെല്ലാം അങ്ങനെ തന്നെയാണ്, അല്ലെ. പല വസ്തുക്കൾ കൂടി ചേരുമ്പോഴാണ് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രുചി ലഭിക്കുന്നത്. ഇനി സാലഡ് തയ്യാറാക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കതൊന്നും ആവശ്യമില്ലല്ലോ. ഇനി മിശ്രിതങ്ങളെ കുറിച്ച് നോക്കാം. മിശ്രിതം ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാവുന്ന പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാവുന്ന പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. മിശ്രിതങ്ങൾ അല്ലെങ്കിൽ മിക്സ്ചേഴ്സ്. ഒന്നിലധികം വസ്തുക്കൾ ചേരുമ്പോഴാണ് എന്താവുന്നത്? മിശ്രിതമാവുന്നത്. ഇനി മിശ്രിതം ഉണ്ടാക്കുന്നത് കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെയാണ് തന്നിരിക്കുന്നത്, നമുക്ക് ആവശ്യമില്ല. ഇനി തയ്യാറാക്കിയ മിശ്രിതം, ആ ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ നാരങ്ങ വെള്ളമാണെങ്കിൽ എന്തൊക്കെയുണ്ട് അതില്? നാരങ്ങയുണ്ട്, അല്ലെ, വെള്ളമുണ്ട്, പിന്നെ പഞ്ചസാരയുണ്ട്, ഇതെല്ലാം അതിലെ ഘടക പദാർത്ഥങ്ങളാണ്. അപ്പോ ഇനി മറ്റൊരു ഉപ്പുവെള്ളം എന്ന് പറയുമ്പോൾ ദ്രാവകത്തിൽ ഉപ്പ് എന്ന് പറയുന്ന ഒരു ഖരവസ്തു അലിഞ്ഞു ചേർന്നുണ്ടായ മിശ്രിതമാണ് ഏത്? ഉപ്പുവെള്ളം എന്ന് പറയുന്നത്, അല്ലെ. ഉപ്പ് എന്ന് പറയുന്ന ഒരു സോളിഡ് ആയിട്ടുള്ള വസ്തു ദ്രാവകത്തിൽ അലിഞ്ഞു ചേർന്നുണ്ടായ മിശ്രിതമാണ്, അല്ലെ. ഇനി മറ്റൊന്ന്, ഖരവസ്തുവും ചേർന്ന മിശ്രിതം, അതായത് റവയും ഉപ്പും കലർന്ന ഒരു മിശ്രിതമാണ് 6th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബ്രാസും ബ്രോൺസും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലെ. ഖരവസ്തുക്കൾ ചേർന്നുണ്ടാവുന്ന മിശ്രിതമാണ്. അതുപോലെ ഒന്നിൽ കൂടുതൽ സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ദ്രാവകത്തിൽ ലയിച്ചു ചേർന്ന മിശ്രിതങ്ങളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പൊട്ടാസ്യം പെർമാംഗനേറ്റും ഉപ്പും വെള്ളത്തിൽ ലയിച്ച ഒരു സൊല്യൂഷൻ. അതെന്താണ്? അതിൽ ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കളുണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഉണ്ട്, ഉപ്പും ഉണ്ട്. അത് ദ്രാവകമായിട്ടുള്ള വെള്ളത്തിൽ ലയിച്ചു ചേർന്ന മിശ്രിതം. അങ്ങനെ മിശ്രിതങ്ങളെ കുറിച്ച് ഒരുപാട് നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ പല വെറൈറ്റി മിക്സ്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ. ഇനി എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയുന്ന മിശ്രിതങ്ങൾ, അതായത് ചോക്ക് പൊടി കലർത്തിയ വെള്ളം എന്ന് പറയുമ്പോൾ ഈ ചോക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ആവും, അല്ലെ. അപ്പോൾ എല്ലാ ഘടക പദാർത്ഥങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാം? ആ മിശ്രിതത്തിൽ നിന്ന് വേർതിരിച്ച് കാണാനായിട്ട് സാധിക്കും. അതേപോലെ എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയാത്ത മിശ്രിതങ്ങളും ഉണ്ട്. ഉപ്പ്, ലായനി, പഞ്ചസാര, വെള്ളം പോലെയുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് ഘടക പദാർത്ഥങ്ങൾ വേറിട്ട് കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ ചെളി കലർത്തിയ വെള്ളമാണെങ്കിലോ, ഈ ചോക്കുപൊടി പോലെ തന്നെയാണ് ചെളി കലർത്തിയ വെള്ളമാണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഈ ചെളി അതിന്റെ അടിയിൽ ഡെപ്പോസിറ്റ് ആവുമല്ലോ. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? പലതരം മിശ്രിതങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നാണ് ലായനികൾ ഫോം ചെയ്യുന്നത്. അപ്പൊ ലീനം എന്ന് പറയുമ്പോൾ എന്താണ്? സൊല്യൂട്ട് എന്തിൽ ആഡ് ചെയ്യണം? സൊല്യൂട്ട് നമ്മൾ എന്തിൽ ആഡ് ചെയ്യും? സോൾവെന്റിൽ ആഡ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? സൊല്യൂഷൻ ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ നോക്കിയോ, സോൾവെന്റ് ഗീവ്സ് എന്താണ്? സൊല്യൂഷൻ. കിട്ടിയല്ലോ. സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? സൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ.
സൊല്യൂട്ടിന്റെ കൂടെ എന്ത് കൂടി ആഡ് ചെയ്യണം? സോൾവെന്റ് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? സൊല്യൂഷൻ ലഭിക്കുക. ഓക്കെ, സൊല്യൂഷൻ ഗീവ്സ് സൊല്യൂഷൻ. സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ഗീവ്സ് സൊല്യൂഷൻ. സൊല്യൂട്ട്, ലീനം എന്നാൽ സൊല്യൂട്ട് ആണ്. ലായകം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടില്ലേ? വാട്ടർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. അങ്ങനെ ലയിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ലായനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ ലഭിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. നോക്കാട്ടോ. ഖര ലായനി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. ഖരവും ദ്രാവകവും കൂടി ചേർന്നിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ജലത്തിൽ ലയിച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉണ്ടായി. ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്ന സൊല്യൂട്ട് സോൾവെന്റ് ആയിട്ടുള്ള വെള്ളത്തിൽ ലയിച്ചിട്ടാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉണ്ടായത്. അതായത് ഖരദ്രാവക ലായനിക്ക് എക്സാമ്പിൾ ആണ് ഈ തന്നിരിക്കുന്നത്. ഇനി അടുത്തത് ദ്രാവക ലായനി. വാട്ടറിലേക്ക് എന്ത് ആഡ് ചെയ്തു? വിനാഗിരി ആഡ് ചെയ്തു. അപ്പൊ എന്തായി? ദ്രാവക ലായനിയായി. അതുപോലെ ദ്രാവക ലായനി, എക്സാമ്പിൾ സോഡാ വെള്ളം അല്ലെ. സോഡാ വെള്ളം എന്ന് പറയുമ്പോൾ അവിടെ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ചിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സോഡാ വാട്ടർ ഫോം ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ചതിന് ശേഷമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? സോഡാ വാട്ടർ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി വാതക ലായനി. വായു എന്ന് പറയുമ്പം ഒരുപാട് വാതകങ്ങളുടെ ഒരു കോംബോ ആണ് അല്ലെ. ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നമുക്കറിയാം അത്. അപ്പൊ വാതക ലായനി എന്ന് പറയുന്നതിന് വായു ആണ് ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ കിട്ടിയല്ലോ. ഡിഫറെന്റ് ടൈപ്പ് എന്തുണ്ട്? ലായനികളുണ്ട്. അത് ഖരം ദ്രാവകത്തിൽ ലയിച്ചതാവാം, ദ്രാവകം ദ്രാവകത്തിൽ ലയിച്ച ലായനിയാകാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ വാതകം ദ്രാവകത്തിൽ ലയിച്ച ലായനിയാകാം, അല്ലെങ്കിൽ വാതകത്തിൽ ലയിച്ചിട്ടുള്ള ലായനിയും ആകാം. ക്ലിയർ അല്ലേ? ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇനി ലായനികളിലെ വൈവിധ്യത്തെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. വാതകം ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനികളും, നോക്കണേ, വാതകം ഖരപദാർത്ഥത്തിൽ, ഗ്യാസ് സോളിഡില് ലയിച്ചുണ്ടാവുന്ന ലായനികളും, അതുപോലെ ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ, രണ്ട് സോളിഡുകൾ തമ്മിൽ ചേർന്നിട്ടുണ്ടാവുന്ന ലായനികളും ഉണ്ട്. നോക്കിയേ, ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താണെന്നറിയാമോ? പല്ലേഡിയം എന്നത് എന്താണ്? ഖരമാണ്. പല്ലേഡിയം എന്നത് ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാവുന്ന ലായനി ഒരു ഖരവാതക ലായനിയാണ്. എക്സാമ്പിൾ നോക്കി വെച്ചേക്കണേ. പല്ലേഡിയം എന്നത് ഖരപദാർത്ഥമാണ്. സോളിഡ് സ്റ്റേറ്റിലുള്ള പല്ലേഡിയവും ഹൈഡ്രജൻ എന്ന ഹൈഡ്രജൻ വാതകവും കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? ഒരു ലായനി ഫോം ചെയ്യുന്നു. ഒരു ഖരവാതക ലായനി ഫോം ചെയ്യുന്നു. ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം, പിച്ചള, വെങ്കലം തുടങ്ങിയ ലോഹസങ്കരങ്ങൾ എന്താണ്? ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ച ലായനിയാണ്. ആണല്ലോ. സ്വർണം, പിച്ചള, വെങ്കലം, നമ്മൾ ബ്രാസ്, ബ്രോൺസ് എന്നൊക്കെ പറഞ്ഞില്ലേ? ഓക്കെ, അതൊക്കെ എന്താണെന്ന് പറഞ്ഞേ? ലോഹസങ്കരമാണ്. ഒരു ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനിയാണ്. ഇനി നോക്കിയേ, 916 സ്വർണം എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് ഈ 916 സ്വർണം? 1000 ഗ്രാം സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി 916 ഗ്രാം സ്വർണവും അതിന്റെ ബാക്കിയായിട്ടുള്ള 84 ഗ്രാം മറ്റ് ലോഹങ്ങൾ, അതായത് വെള്ളി, ചെമ്പ് ചേർന്നുണ്ടാവുന്ന സ്വർണത്തെയാണ് 916 സ്വർണം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ 916 എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് 1000-ലാണ് ഈ പറയുന്നത്. ഓക്കെ, ഔട്ട് ഓഫ് 1000-ലാണ് ഈ ഒരു 916 എന്ന് പറയുന്നത്. അപ്പൊ ഈ 1000-ല് ബാക്കി 916 കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ഒരു 84% ഉണ്ടല്ലോ, ആ ഒരു 84%-നകത്ത് എന്താന്നാ പറയുന്നത്? വെള്ളിയും ഉണ്ട്, അവിടെ ചെമ്പും ഉണ്ട്. അപ്പൊ റിമൈനിങ് 84%-നകത്ത് വെള്ളിയും ഉണ്ട്, ചെമ്പും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് 916 സ്വർണം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതും എന്താണ്? ഒരു ഖര ലായനിയാണ്. ഖരത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനിയാണ്. 1000 ഗ്രാം സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി 916 ഗ്രാം 916 ഗ്രാം സ്വർണവും ബാക്കി 84 ഗ്രാം എന്ന് പറയുന്നത് മറ്റു ലോഹങ്ങളാണ്. മറ്റു ലോഹം എന്ന് പറയുമ്പോൾ അതിൽ വെള്ളിയും ചെമ്പും ഒക്കെ ഉൾപ്പെടും. അപ്പൊ അത് ആ സ്വർണത്തിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതൊരു ഖര ലായനിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ലായനികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വാതകം ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനിയുണ്ട്. ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനിയുണ്ട്. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. പല്ലേഡിയം എന്ന് പറയുന്ന ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാവുന്ന ലായനി. അതേതാണ്? ഖരവാതക ലായനിയാണ്.
ഇനി ഖരലായനി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സ്വർണം, പിച്ചള, വെങ്കലം ഇതൊക്കെ എക്സാമ്പിൾ ആണ്. സ്വർണം എങ്ങനെയാണ് എക്സാമ്പിൾ ആവുന്നത്? 1000 ഗ്രാം സ്വർണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 916 ഗ്രാം സ്വർണവും ബാക്കി 84 ഗ്രാം മറ്റു ലോഹങ്ങൾ, വെള്ളി, ചെമ്പ് പോലുള്ള ലോഹങ്ങളൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് 916 സ്വർണം എന്ന് പറയുന്നത് ഒരു ഖര ലായനിക്ക് ഉദാഹരണമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു ഭാഗത്ത് വിവിധ തരം മിശ്രിതങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് വലിയ ക്ലാസ്സിലൊക്കെ എടുത്ത് വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാനാണ് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റ് ഒന്നും വേണ്ട. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇവിടെ നോക്കിയേ, വിവിധ ഭാഗത്തെ രുചിയാണ്. അതായത് പഞ്ചസാര കലർത്തിയ ഒരു ഗ്ലാസ്സിൽ പഞ്ചസാര കലർത്തിയ വെള്ളം എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ മുകൾ ഭാഗം, അപ്പൊ അത് നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. പഞ്ചസാര ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു ചേർന്ന വെള്ളമാണ് കേട്ടോ. അപ്പൊ ഈ അലിഞ്ഞു ചേർന്ന വെള്ളത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് നമ്മൾ ആ സാമ്പിളിൽ നിന്ന് ലേശം എടുത്ത് ടേസ്റ്റ് ചെയ്യുക. മധ്യഭാഗത്ത് നിന്ന് എടുക്കുക, അടിഭാഗത്തു നിന്ന് എടുക്കുക. മൂന്നിലും എന്തായിരിക്കും? ഒരേ കോൺസെൻട്രേഷൻ ആയിരിക്കും അല്ലെ. ഇനി പഞ്ചസാര ഇട്ട് ഇളക്കി ചേർക്കാത്ത വെള്ളം, ജസ്റ്റ് ആ ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്തു, ആ വെള്ളത്തിലേക്ക് പഞ്ചസാര ഇട്ടതേ ഉള്ളൂ. അപ്പൊ പഞ്ചസാര അടിയിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയി കിടക്കുമല്ലോ. അപ്പൊ പഞ്ചസാര ഇട്ട് ഇളക്കി ചേർക്കാത്ത വെള്ളമാണ്. അപ്പോൾ ജസ്റ്റ് അലിഞ്ഞു തുടങ്ങുമ്പോൾ ഈ അടിഭാഗത്തായിരിക്കും എന്തുണ്ടാവുക? മധുരം കൂടുതൽ ഉണ്ടാവുക. മുകളിലേക്ക് വരുമ്പോൾ മധുരം കുറവായിരിക്കും. ഓക്കെ, അപ്പൊ മുകൾ ഭാഗത്ത് ഈ പഞ്ചസാര ഇളക്കി ചേർക്കാത്ത വെള്ളത്തിൽ എന്തായിരിക്കും? മധുരം കുറവായിരിക്കും കേട്ടോ, കുറവായിരിക്കും. മധ്യഭാഗത്ത് എന്താണ്? കുറച്ചുകൂടി മധുരം ഉണ്ടായിരിക്കും. അടിഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ മധുരം ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇളക്കി ചേർക്കാത്തതും അലിഞ്ഞു ചേർന്നതുമായിട്ടുള്ള രണ്ട് മിശ്രിതങ്ങളാണ് നമുക്കോട് തന്നിരിക്കുന്നത്. പിടി കിട്ടിയോ? ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് വരാം. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഈ പട്ടികയിൽ എന്താ പറയുന്നത്? ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം, ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്താണ്, ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സ് എന്താണെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് ഏകാത്മകം? പേര് സൂചിപ്പിക്കുന്നത് പോലെയാണ് ഏകാത്മകം, ഭിന്നാത്മകം എന്ന് പറയുമ്പോൾ നോക്കാം. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഏകാത്മക മിശ്രിതം. അപ്പൊ ഇതിൽ നമ്മളോട് പഞ്ചസാരയുടെ എക്സാമ്പിൾ പറഞ്ഞു. പഞ്ചസാര ലയിച്ചു ചേർന്ന ഒരു ലായനിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ ലായനി എന്താണ്? മുകൾ ഭാഗത്ത് നോക്കിയാലും ശരി, മധ്യഭാഗത്ത് നോക്കിയാലും ശരി, അടിഭാഗത്ത് നോക്കിയാലും ഒരേ തരത്തിലുള്ള മധുരമായിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇതെന്താണ്? ഏകാത്മക സ്വഭാവമാണ് അല്ലെ. ഇനി നെക്സ്റ്റ് വന്നത് എന്താണ്? പഞ്ചസാര ഇട്ട് ഇളക്കി ചേർക്കാത്ത വെള്ളമാണ്. അപ്പൊ അതിൽ ആ ഒരു മധുരത്തിന്റെ ആ ഒരു കോൺസെൻട്രേഷനിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അടിഭാഗത്ത് ഇളക്കി ചേർക്കാത്ത പഞ്ചസാര ഡെപ്പോസിറ്റ് ആയി കിടക്കുകയാണ്. അപ്പൊ അടിഭാഗത്ത് ലയിച്ചു ചേർന്ന ആ ഒരു പഞ്ചസാര ഉള്ള ഭാഗത്ത് കുറച്ച് മധുരം ഉണ്ടായിരിക്കും. എന്നാൽ മധ്യഭാഗത്ത് കുറച്ചുകൂടി കുറവായിരിക്കും. മുകൾ ഭാഗത്ത് ഒട്ടും തന്നെ മധുരം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് എന്ത് ലായനിയായിട്ട് പറയാനായിട്ട് പറ്റും? അത് ഭിന്നാത്മക മിശ്രിതമായിട്ട് പറയാനായിട്ട് പറ്റും. അപ്പൊ ഒരു മിശ്രിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളെ നമുക്ക് ഭിന്നാത്മക മിശ്രിതം എന്ന് പറയാം. അപ്പൊ ഏകാത്മക മിശ്രിതം എന്താണ്, ഭിന്നാത്മക മിശ്രിതം എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ലായനിയുടെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അത് ഏകാത്മക മിശ്രിതം. ഒരു മിശ്രിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളെ ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആയി? അപ്പൊ ഇനി നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. ചോക്ക് പൊടിയും വെള്ളവും കലർന്ന മിശ്രിതം ഏകാത്മകമാണോ ഭിന്നാത്മകമാണോ? കാരണം എന്താണ്? ഈ ചോക്ക് പൊടി കുറച്ചു നേരം കഴിയുമ്പോൾ ഡെപ്പോസിറ്റ് ആവില്ലേ. അപ്പൊ അതെന്താന്ന് പറയാം? ഭിന്നാത്മക മിശ്രിതമാണ്. ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം, ഉപ്പ് ഇളക്കി അലിയിക്കാത്ത വെള്ളം എന്നിവ ഒരേ മിശ്രിതങ്ങളാണോ? അല്ല. എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം എന്ന് പറയുമ്പോൾ അത് ഏകാത്മക മിശ്രിതമായിരിക്കും. ഉപ്പ് ഇളകി അലിയാത്ത വെള്ളം എന്ന് പറയുമ്പോൾ അത് ഭിന്നാത്മക മിശ്രിതവുമായിരിക്കും. ഇനി നമുക്ക് കമ്പോസ്റ്റ് വളം, കോൺക്രീറ്റ്, നാം കഴിക്കുന്ന മിക്സ്ചർ എന്നിവ ഏകാത്മക മിശ്രിതമാണോ ഭിന്നാത്മക മിശ്രിതമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ അതിൽ പല ഐറ്റംസ് ഉണ്ടായിരിക്കും അല്ലെ. കടല ഉണ്ടായിരിക്കും, പിന്നെ കടല മാവ് കൊണ്ട് ഉണ്ടായിട്ടുള്ള പല വസ്തുക്കൾ ഉണ്ടായിരിക്കും, കറിവേപ്പില ഉണ്ടായിരിക്കും, അങ്ങനെ ഷേപ്പിലും സൈസിലും ഒക്കെ വ്യത്യാസമുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് എല്ലായിടത്തും ഒരേ അളവിലായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പോ ഇനി കോൺക്രീറ്റിന്റെ കേസ് ആണെങ്കിലും കമ്പോസ്റ്റ് വളത്തിന്റെ കേസിലാണെങ്കിലും ഒക്കെ ഇത് തന്നെയാണ് അല്ലെ. വളം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അതിനകത്ത് ജൈവ വളമാണെങ്കിൽ ജൈവ അവശിഷ്ടങ്ങളായിരിക്കും എന്തുണ്ടാവുക അല്ലെ. ചിലപ്പോൾ അതിനകത്ത് മണ്ണുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ അതൊരു ഹെറ്ററോജീനിയസ് മിക്സ്ചർ ആണ് അല്ലെ, ഭിന്നാത്മക മിശ്രിതമാണ്. ഇനി കമ്പോസ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള വേസ്റ്റ് തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും അല്ലെ. ജൈവ പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കും, ഇലകൾ ഉണ്ടായിരിക്കും, മണ്ണുണ്ടായിരിക്കും, അടുക്കള പച്ചക്കറി വേസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം ഒരേ
ഇതെല്ലാം ചേർന്നിരിക്കുന്ന ഒരു മിശ്രിതമാണ് ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഘടകങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വേറിട്ട് കാണപ്പെടും. അപ്പൊ പഞ്ചസാര ലായനി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ഒരു എന്താണ് ലീനം അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് അതിനെ വേറിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ലായനിയിൽ എല്ലായിടത്തും ഒരേ കോമ്പോസിഷൻ ആയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു. പക്ഷെ ഒരു കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ വളം എന്നൊക്കെ പറയുന്നത് എന്താണ്, അതൊക്കെ ഭിന്നാത്മക മിശ്രിതമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ ഏതിൽ വരും, ഭിന്നാത്മക മിശ്രിതത്തിലാണ് വരിക. ക്ലിയർ ആയോ എന്താ പറഞ്ഞതെന്ന്? അപ്പൊ നമുക്ക് ഈ തന്നിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം എന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഏകാത്മക മിശ്രിതം ഏതാണ്? പഞ്ചസാര അലിഞ്ഞു ചേർന്ന ലായനി, ഇതെന്താണ്, ഏകാത്മക മിശ്രിതമാണ്. എന്നാൽ പഞ്ചസാര ഇട്ട ഒരു ഗ്ലാസ് വെള്ളം, അതെന്താണ്, ഭിന്നാത്മക മിശ്രിതമാണ്. പഞ്ചസാര ലയിച്ചിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കമ്പോസ്റ്റ് വളം, കോൺക്രീറ്റ് മിക്സ്ചർ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെ വരും, ഭിന്നാത്മക മിശ്രിതത്തിൽ വരും. ചോക്ക് പൊടിയിട്ട വെള്ളം ഏതാണ്, ഭിന്നാത്മക മിശ്രിതമാണ്. ഇപ്പൊ നമ്മൾ പഞ്ചസാര വെള്ളം അല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളം, ഇതൊക്കെ എന്താണ്, ലയിച്ചു ചേർന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം എന്താണ്, ഏകാത്മക മിശ്രിതമാണ്. അതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ഒരു സാമ്പിൾ എടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്താലും അടിഭാഗത്ത് നിന്ന് ഒരു സാമ്പിൾ എടുത്ത് ടേസ്റ്റ് ചെയ്താലും ഒക്കെ നമുക്ക് ഒരേ കോൺസെൻട്രേഷനിലുള്ള ഉപ്പോ മധുരോ ഒക്കെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്തൊരു കുട്ടിയോട് പറയുകയാണ്, എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്. എന്താ കുട്ടി പറഞ്ഞത്? എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നോക്കൂ, നമ്മള് ഒരു കോഡ് ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, ID എന്നിട്ടിട്ട് ഞാനൊരു ടിക്ക് ഇട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇത് ഓർത്തെടുക്കുന്നുണ്ടോ? എന്താണെന്നുള്ളത് ഓർത്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നോക്കാം. എല്ലാ അയിരുകളും ധാതുക്കളാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ അയിരുകളും ധാതുക്കളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രസ്താവനയുണ്ട്, എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ് എന്നൊരു പ്രസ്താവന. ഈ പ്രസ്താവന ശരിയാണ്. എല്ലാ ലായനികളും എന്താണ്, മിശ്രിതങ്ങളാണ്. അപ്പൊ L എന്ന് എഴുതുന്നു, M എന്ന് എഴുതുന്നു, എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു ടിക്ക് ഇട്ട് അങ്ങ് പഠിച്ചേക്കാം. എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്. എന്നാൽ എല്ലാ മിശ്രിതങ്ങളും എന്തല്ല, ലായനികൾ അല്ല. ഈ ഒരു പ്രസ്താവന നോക്കി വെച്ചേക്കാം. കുട്ടിയുടെ ഈ ഒരു പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അത് പഠിച്ചു വെച്ചേക്കാം. എല്ലാ ലായനികളും എന്താണ്, മിശ്രിതങ്ങളാണ്. എന്നാൽ എല്ലാ മിശ്രിതങ്ങളും ലായനികളാണോ? അല്ല. ഓർത്തു വെച്ചേക്കാം. ഇനി മിശ്രിതങ്ങൾ നിത്യജീവിതത്തിൽ, ഈ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്? നമ്മുടെ സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ മെനു ഒക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ പഠിക്കാനുള്ള ഭാഗം എന്തേ വന്നു കഴിഞ്ഞു, വാതകം, അതിന്റെ അളവ്. നമ്മള് വായു എന്ന് പറയുന്ന ഒരു മിശ്രിതമാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അതിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെ, വായുവിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കേണ്ടത്. നൈട്രജൻ 78%, നൈട്രജൻ 78%, കാർബൺ ഡയോക്സൈഡ് 0.04%, ഓക്സിജൻ 21%, പിന്നെ മറ്റുള്ളവ 0.96%. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊരു കോഡ് വെച്ച് പഠിക്കാറുണ്ടല്ലോ. എന്താണ്, അന്തരീക്ഷത്തിലെ ഘടകങ്ങൾ നമ്മളൊരു കോഡ് വെച്ച് പഠിക്കാറുണ്ട്. നമുക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാം, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാന്നുള്ളതേ ഉള്ളൂ. നോ AC എന്നൊരു കോഡ് നമ്മൾ പഠിക്കാറുണ്ട്. നോ AC എഴുതാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ, ഇങ്ങനെ മൗസ് പോയിന്റ് യൂസ് ചെയ്തിട്ട്. ഇപ്പൊ നോ AC എന്ന് പഠിക്കുമ്പോൾ അന്തരീക്ഷത്തില് കാണുന്ന ഈ ഒരു വാതകങ്ങളുടെ ഓർഡർ ആണ് നമ്മൾ പഠിക്കുന്നത്. നോ AC എന്ന കോഡിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്, നൈട്രജൻ, ഓക്സിജൻ, കേട്ടോ നോക്ക്, നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ്. നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, 78%. പിന്നെ വരുന്നത് ഓക്സിജൻ ആണ് 21%. അപ്പൊ വായുവിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇത് കൂടാതെ പിന്നെയും ഉണ്ട് കേട്ടോ, മറ്റുള്ളവ എന്ന് പറയുമ്പോൾ അതിൽ നീരാവി, അങ്ങനെയുള്ള പൊടിപടലങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ വായുവിലെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ വ്യത്യസ്തത പുലർത്തുന്നുണ്ട്, അത് മനസ്സിലാക്കുക. വായു ഒരു മിശ്രിതമാണ് എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു ബോക്സ് ഇവിടെ തന്നിരിക്കുന്നത്. വായുവിലെ ഘടകങ്ങൾ ഇതേ അളവിൽ തന്നെ നിലനിൽക്കേണ്ടതില്ലേ? ശ്വസനം, പ്രകാശ സംശ്ലേഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വായുവിലെ ഏതൊക്കെ ഘടകങ്ങളെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? നമുക്കറിയാലേ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡിനെയൊക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇനി നോക്കിയേ, വായുവില് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുകയും ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്താൽ എന്താണ്, മൊത്തം പ്രശ്നമായി അല്ലേ. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന പുകയിൽ വിവിധ ഇനം വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇവ അന്തരീക്ഷ വായുവിൽ കലരുന്നത് വായുവിന്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കും. എന്താണ് ഈ വായുവിന്റെ സന്തുലിതാവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത്? ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് റേഷ്യോ ആണ് കേട്ടോ.
അപ്പൊ അങ്ങനെ ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ വിവിധ വിഷപദാർത്ഥങ്ങളുണ്ട്. ക്ലോറോ ഫ്ലൂറോ കാർബൺ പോലെയുള്ള വിഷപദാർത്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വായുവിന്റെ സന്തുലനാവസ്ഥയെ ബാധിക്കും. മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ മനുഷ്യന്റെ ഇടപെടലുകൾ വായുവിലെ ഘടകങ്ങളുടെ സന്തുലനാവസ്ഥയെ ബാധിക്കാതെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ഇനി അടുത്തൊരു ഭാഗത്ത് ലീനത്തിന്റെ ഒളിച്ചുകളി എന്ന് പറഞ്ഞിട്ട് പരീക്ഷണമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ചെറു കണികകളെയാണ് തന്മാത്രകൾ എന്ന് പറയുന്നത്. എങ്ങനെയുള്ള ചെറിയ കണികകളാണ്? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണവും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക, അതാണ് എന്ത്? തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ എന്ന് പറയുന്നത്. തന്മാത്രയ്ക്ക് എന്തുണ്ടായിരിക്കും? ആ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടാകും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചിത്രം ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ട, പഞ്ചസാര പൊടിച്ച് തരികളാക്കി, വീണ്ടും അതിനെ തരികളാക്കി, മൈക്രോസ്കോപ്പിലൂടെ നോക്കി, മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയാത്ത അത്രയും വീണ്ടും ചെറുതാക്കി എന്നൊക്കെ പറഞ്ഞാലും അതിലെ ഗുണം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് എന്ത്? തന്മാത്ര എന്ന് പറയുന്നത്. തന്മാത്രയ്ക്ക് ആ പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉണ്ടായിരിക്കും. കണ്ടോ, ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിന്റെ ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. എല്ലാ പദാർത്ഥങ്ങളും എന്താണ്? തന്മാത്രകളാൽ നിർമ്മിതമാണ്. തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ എന്താന്നുള്ളത് മനസ്സിലായി. എന്താണ് തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ? ഓക്കെ, ചിലർക്ക് മലയാളം ടേം കാണുമ്പോൾ അതൊരു സംശയം വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പോകുന്നത്. മോളിക്യൂൾ, തന്മാത്ര എന്നാൽ മോളിക്യൂൾ ആണ്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. എല്ലാ പദാർത്ഥങ്ങളും എന്താണ്? തന്മാത്രകളാൽ നിർമ്മിതമാണ്. ഓക്കെ ആയല്ലോ. ഇനി ഇവിടെ നമുക്ക് കണാദമുനിയെ കുറിച്ച് തന്നിട്ടുണ്ട്. കണാദമുനിയെ കുറിച്ച് ഇവിടെ എക്സ്പെരിമെന്റ് ഒന്ന് വായിക്കാം, ജസ്റ്റ് കൺഫ്യൂഷൻ വേണ്ട, ഇനി വായിക്കാം. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര കാണാൻ കഴിയാതിരിക്കുകയും പഞ്ചസാരയുടെ ഗുണമായിട്ടുള്ള മധുരം എല്ലാ ഭാഗത്തും ഒരുപോലെ കാണുന്നതിന്റെയും രഹസ്യം എന്താന്ന് ഇപ്പൊ പിടികിട്ടിയല്ലോ. എന്താണ് രഹസ്യം? അതിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര തന്മാത്രകൾ ജലത്തിലുടനീളം വ്യാപിക്കുന്നുണ്ട്. പഞ്ചസാര ലായനിയിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര തന്മാത്രകൾ എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ കംപ്ലീറ്റ് ആയിട്ട് വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പഞ്ചസാര ലായനി എന്ന് പറയുന്നത് ഒരു ഏകാത്മക മിശ്രിതമാണ് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കണാദമുനിയെ കുറിച്ച് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. എന്താണ് കണാദമുനിയെ കുറിച്ച് തന്നിരിക്കുന്നത്? പുരാതന ഭാരതത്തിലെ തത്വചിന്തകനും പണ്ഡിതനുമായിരുന്നു കണാദൻ. BC 2-ാം ശതകത്തിലോ 6-ാം ശതകത്തിലോ ജീവിച്ചിരുന്നതായി അനുമാനിക്കുന്നു. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മ കണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നത് എന്ന് കണാദൻ വിശ്വസിച്ചു. സൂക്ഷ്മ കണങ്ങൾക്ക് പരമാണു എന്നാണ് അദ്ദേഹം പേര് നൽകിയത്. പരമാണു. അപ്പൊ പരമാണു എന്നാണ് സൂക്ഷ്മ കണികകൾക്ക് ആര് പേര് നൽകിയത്? കണാദമുനി പേര് നൽകിയത്. പുരാതന ഭാരതത്തിലെ തത്വചിന്തകനും പണ്ഡിതനുമായിരുന്നു കണാദൻ. BC 2-ാം ശതകത്തിലോ 6-ാം ശതകത്തിലോ ജീവിച്ചിരുന്നതായി അനുമാനിക്കുന്നു. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മ കണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നത് എന്ന് കണാദൻ വിശ്വസിച്ചു. സൂക്ഷ്മ കണങ്ങൾക്ക് പരമാണു എന്നാണ് അദ്ദേഹം പേര് കൊടുത്തത്. അപ്പൊ ഈ ഒരു പേര് ഒന്ന് ഓർത്തു വെച്ചേക്കുക. എന്താണ്? പരമാണു എന്ന് പറഞ്ഞ ഈ ഒരു പേര്. ഓക്കെ, ഇനി അടുത്തത് തന്മാത്രകൾ അടുത്തും അകന്നും. ഇവിടെ എന്താ പറയുന്നത്? ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന ചാപ്റ്ററിൽ ഇങ്ങനെ പിക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പദാർത്ഥങ്ങൾക്ക് ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകൾ, ബേസിക് ആയിട്ട് 3 അവസ്ഥകൾ ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും, അല്ലെ? അപ്പൊ ഈ അവസ്ഥകളിൽ പദാർത്ഥങ്ങൾക്ക് സ്ഥിതി ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? തന്മാത്രകളെ അടിസ്ഥാനമാക്കി ചിന്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചുറ്റും കാണുന്ന ഖരപദാർത്ഥങ്ങളിലും ദ്രാവകങ്ങളിലും വാതകങ്ങളിലും അവയുടെ തന്മാത്രകൾ എങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്നറിയാനുള്ള ചിത്രീകരണമാണ് ഇത്. ഇവിടെ നോക്കിയേ, ഖരപദാർത്ഥങ്ങളിൽ എങ്ങനെയാണ്? മോളിക്യൂൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. തന്മാത്രകൾ നല്ല ക്ലോസ് ആയിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെ? തന്മാത്രകൾ ക്ലോസ്ലി പാക്ഡ് ആണ്. ദ്രാവകങ്ങളുടെ കേസിലേക്ക് വരുമ്പോൾ കമ്പയർഡ് ടു സോളിഡ്, ദ്രാവകങ്ങളിൽ തന്മാത്രകൾ എന്താണ്? കുറച്ചുകൂടി ലൂസ്ലി പാക്ഡ് ആണ്, അല്ലെ? നോക്കിയേ, കണ്ടോ? ഇനി അടുത്തത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എന്താണ്? ഫ്രീലി പാക്ഡ് അല്ലെങ്കിൽ വെരി ലൂസ്ലി പാക്ഡ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോ ഒരു പദാർത്ഥത്തിന്റെ ഈ ഒരു ചിത്രം നോക്കിയിട്ട് പറയുക, ഒരു പദാർത്ഥത്തിന്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അടുത്തിരിക്കുന്നത്? ഏതിലാണ്? സോളിഡിലാണ്. ഇനി സോളിഡ് സ്റ്റേറ്റിലാണ് ഏറ്റവും അടുത്തിരിക്കുന്നത്, സോളിഡ് സ്റ്റേറ്റ്.
ഇനി ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അകന്നിരിക്കുന്നത്? ഏതിലാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് ഏറ്റവും അകന്നിരിക്കുന്നത്. ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത രൂപം ഉള്ളതും വാതകം, ദ്രാവകം എന്നിവയ്ക്ക് നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്തുകൊണ്ടാണ്? ഈ ഒരു മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ് തന്നെയാണ് അതിന് കാരണം. ഒരു പദാർത്ഥത്തിന്റെ 3 അവസ്ഥകളിലും അവയുടെ തന്മാത്രകൾ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി അല്ലെ. സോളിഡിലാണെങ്കിൽ ക്ലോസ്ലി പാക്ഡ് ആണ്, ദ്രാവകങ്ങളിൽ ലൂസ്ലി പാക്ഡ് ആണ്, വാതകങ്ങളിൽ വെരി ലൂസ്ലി പാക്ഡ് ആണ്. ദ്രാവകങ്ങൾക്ക് ഒഴുകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? വാതകങ്ങൾക്ക് അതിവേഗം വ്യാപിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ എല്ലാം ഉത്തരം എന്ത് തന്നെയാണ്? മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ് എന്നുള്ളതാണ്. ഖരപദാർത്ഥങ്ങൾക്ക് ഒഴുകാനോ വ്യാപിക്കാനോ കഴിയുന്നില്ല. ഉത്തരം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണെന്നുള്ളത്. തന്മാത്രകളുടെ ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെയൊക്കെ വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഒന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ സോളിഡിലാണെങ്കിൽ മോളിക്യൂൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്, അതിന് ചലന സ്വാതന്ത്ര്യം ഇല്ല അല്ലെ. ദ്രാവകങ്ങളുടെ കേസിലാണെങ്കിൽ ലൂസ്ലി പാക്ഡ് ആണ്, ചലന സ്വാതന്ത്ര്യം ഉണ്ട്. എന്നാൽ വാതകങ്ങളെ അപേക്ഷിച്ച് ചലന സ്വാതന്ത്ര്യം കുറവാണ് മോളിക്യൂൾസിന്. വാതകങ്ങളുടെ കേസിൽ എന്താണ്? ലൂസ്ലി പാക്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് മോളിക്യൂൾസിന് വളരെയധികം ഫ്രീഡം ഉണ്ട്. പെട്ടെന്ന് അത് എന്താ ഡിഫ്യൂഷൻ ഒക്കെ പോസിബിൾ ആണ്. ഓക്കെ അല്ലെ. തന്മാത്രകളെക്കാൾ ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ. ആറ്റങ്ങൾ ചേർന്നാണ് എന്തുണ്ടാവുന്നത്? തന്മാത്രകൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ജലതന്മാത്ര ഉണ്ടാവുന്ന ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 2 ഹൈഡ്രജൻ ആറ്റവും നമ്മൾ എങ്ങനെയാ എഴുതുന്ന ജലതന്മാത്രയെ? H2O എന്ന് എഴുതും അല്ലെ. H2O എന്ന് എഴുതും. അപ്പോ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നിട്ടാണ് നമ്മൾ വാട്ടർ എന്ന് എഴുതാം അല്ലെ. H2O. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും അതുപോലെ ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ജലതന്മാത്ര ഫോം ചെയ്യുന്നത്. ഒരു ജലതന്മാത്ര ഫോം ചെയ്യുന്നത്. അതുപോലെ പഞ്ചസാര തന്മാത്രയാണെങ്കിലോ C12 H22 O11 എന്നുള്ളതാ. അപ്പോ കാർബൺ 12 എണ്ണം, 12 കാർബൺ ആറ്റം, 22 ഹൈഡ്രജൻ ആറ്റം, 11 ഓക്സിജൻ ആറ്റവും ചേർന്നിട്ടാണ് പഞ്ചസാര തന്മാത്ര ഫോം ചെയ്യുന്നത്. ഓക്കെയാണ്. ഇനി നോക്കൂ, ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നതാണ് മിശ്രിതം. അപ്പോൾ മിശ്രിതത്തിൽ ഒന്നിലധികം തരം തന്മാത്രകൾ ഉണ്ടാകും. ചിത്രം നോക്കേ, എ എന്ന് പറയുന്ന ചിത്രം. ഇതെന്താണ്? ഇതൊരു ഏകാത്മക മിശ്രിതമാണെന്ന് നമുക്ക് പറയാം അല്ലെ. ഇനി രണ്ടാമത്തേതിൽ എങ്ങനെയാണ് നോക്കിയേ, ഇതെന്താണ്? മിശ്രിതമാണ്. അപ്പൊ ഇതൊരു ഹെട്രോജിനിയസ് മിക്സർ ആണെങ്കിൽ നോക്കിയേ, പല തരത്തിലുള്ള തന്മാത്രകളാണ് ഇതിലുള്ളത് അല്ലെ. അപ്പൊ ചിത്രീകരണം നിരീക്ഷിച്ച് എ എന്ന പദാർത്ഥം എത്ര തരം തന്മാത്രകളുണ്ട്? ഒരു തരം തന്മാത്രയേ ഉള്ളൂ. ബി എന്ന പദാർത്ഥത്തിലാണെങ്കിലോ 2 എണ്ണം ഉണ്ട്. ഇനി ഏതെല്ലാം പദാർത്ഥങ്ങളിൽ പലതരം തന്മാത്രകളുണ്ട്, ഏതെല്ലാം പദാർത്ഥങ്ങളിലാണ് ഒരേ ഇനം തന്മാത്രകൾ ഉള്ളതെന്ന് നോക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എയിലും ഡിയിലും എന്താണ്? ഒരേപോലെയുള്ള തന്മാത്രകളാണ് ഉള്ളത് അല്ലെ. എന്നാൽ ബിയിലും സിയിലും ഡിഫറെന്റ് ആയിട്ടുള്ള തന്മാത്രകളാണ് ഉള്ളത്. അപ്പോൾ ഒരേ തരം തന്മാത്രകൾ ചേർന്നുകൊണ്ടാണ് ചില പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിനെ നമുക്ക് എന്ത് പറയാം? ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയാം. നോക്കിയേ, ചില പദാർത്ഥങ്ങൾ ഒരേ ഇനം തന്മാത്രകൾ ചേർന്നാണ് ഉണ്ടാവുന്നത്. അവയെ ശുദ്ധപദാർത്ഥം എന്ന് പറയാം. എന്നാൽ ചിലത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അവയെ എന്ത് പറയാം? ശുദ്ധപദാർത്ഥമല്ല, അശുദ്ധ പദാർത്ഥമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ശുദ്ധപദാർത്ഥം അല്ലെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരേ ഇനം തന്മാത്രകൾ ചേർന്നുണ്ടാവുന്ന പദാർത്ഥങ്ങളാണ് ശുദ്ധപദാർത്ഥം എന്ന് പറയുന്നത്. മിശ്രിതങ്ങളിൽ വ്യത്യസ്ത തന്മാത്രകൾ ഉണ്ടായിരിക്കും. മിശ്രിതങ്ങളാണെങ്കിൽ വ്യത്യസ്ത തന്മാത്രകളായിരിക്കും. ശുദ്ധപദാർത്ഥം എന്ന് പറയുമ്പോൾ ഒരേ ഇനം തന്മാത്രകൾ ചേർന്നുണ്ടാവുന്ന പദാർത്ഥമാണ് ശുദ്ധപദാർത്ഥം എന്ന് പറയുന്നത്. മാലിന്യമില്ലാത്ത ജലം ഒരു ശുദ്ധപദാർത്ഥമാണ് എന്നുള്ളത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. മാലിന്യമില്ലാത്ത ജലം ഒരു ശുദ്ധപദാർത്ഥമാണ് എന്ന പോയിന്റ് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും ഫോം ചെയ്തൊരു സംയുക്തമാണ് അല്ലെ. അതായത് ഒരു തരത്തിലുള്ള ഘടകങ്ങൾ, അതായത് ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് പറയുന്ന ഈ 2 വാതകങ്ങൾ ഒരു നിശ്ചിത അനുപാതത്തിലാണ് ഇത് ചേർന്നിരിക്കുന്നത്. ഇപ്പൊ ജലം എന്ന് പറയുന്നത് ഈ അന്തരീക്ഷ ഘടകങ്ങളോടൊപ്പം വേർതിരിക്കാവുന്ന ഒരു സംയുക്തമായിട്ടാണ് നിലനിൽക്കുന്നതെങ്കിലും ജലത്തില് ഹൈഡ്രജനും ഓക്സിജനും നിശ്ചിത അനുപാതത്തിൽ ലയിച്ച് ചേർന്നിരിക്കുന്നു. അത് സുസ്ഥിരമായി നിലകൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ ശുദ്ധജലം എന്താണ്? അല്ലെങ്കിൽ മാലിന്യമില്ലാത്ത ജലം അല്ലെങ്കിൽ ശുദ്ധജലം എന്ന് പറയുന്നത് ഒരു ശുദ്ധ പദാർത്ഥമായിട്ടാണ് കണക്കാക്കുന്നത്. ഹൈഡ്രജനും ഓക്സിജനും അവിടെ 2:1 എന്ന അനുപാതത്തിൽ ലയിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഒരു സുസ്ഥിരമായിട്ടുള്ള സംയുക്തമായിട്ടാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ശുദ്ധജലത്തിനെ ശുദ്ധപദാർത്ഥമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇമേജ് തന്നിരിക്കുന്നുണ്ടോ? ഇരുമ്പ്, ചെമ്പ് ഞങ്ങൾ ശുദ്ധപദാർത്ഥങ്ങളാണ്. കാർബൺ, ഞാനും ഒരു ശുദ്ധപദാർത്ഥമാണ് എന്ന് തന്നിരിക്കുന്നു. കാർബൺ ഡയോക്സൈഡ് പറഞ്ഞ കേട്ടോ, ഞാനും ശുദ്ധപദാർത്ഥമാണ്. കാർബണും
പിന്നെ ഓക്സിജനും എന്താണ് ഒരു പ്രത്യേക അനുപാതത്തിൽ ലയിച്ചു ചേർന്നിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഞാനും ഒരു ശുദ്ധ പദാർത്ഥമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഞങ്ങളും ശുദ്ധപദാർത്ഥങ്ങളാണ്, ഹൈഡ്രജനും ഓക്സിജനും പറയുകയാണ്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളെ ശുദ്ധപദാർത്ഥം, മിശ്രിതം എന്ന് തരംതിരിച്ച് അനുയോജ്യമായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, കഞ്ഞി എന്ന് പറയുമ്പോൾ അതിൽ ഉപ്പുണ്ട്, ജലമുണ്ട്, മറ്റു പദാർത്ഥങ്ങളുണ്ട്. അപ്പൊ ഇതെന്താണ്? കഞ്ഞി എന്ന് പറയുന്ന ഒരു ശുദ്ധപദാർത്ഥമാണോ? ആണോ? അല്ല അല്ലെ. പെൻസിൽ, ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ശുദ്ധപദാർത്ഥമാണോ? പഞ്ചസാരയിൽ പഞ്ചസാര അതെ ഉൾപ്പെട്ടിരിക്കുന്ന തന്മാത്രകൾ പഞ്ചസാര. സോഡ വെള്ളം, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം. അപ്പൊ നമുക്ക് അറിയാലോ ശുദ്ധപദാർത്ഥം അല്ലെങ്കിൽ മിശ്രിതം എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് അറിയാം. എന്താണ് ശുദ്ധപദാർത്ഥം എന്ന് പറയുമ്പോൾ അതില് ഒറ്റ തരത്തിലുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ഡെഫിനിഷൻ ഒന്ന് നോക്കിയിട്ട് വരാം. ശുദ്ധപദാർത്ഥം എന്ന് പറയുമ്പോൾ ഒറ്റ ഇനം തന്മാത്രകളാണ്, ഒറ്റ ഇനം അല്ലെങ്കിൽ ഒരേ ഇനം തന്മാത്രകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പദാർത്ഥങ്ങളാണ് ശുദ്ധപദാർത്ഥം എന്ന് പറയുന്നത്. മിശ്രിതങ്ങളിൽ വ്യത്യസ്ത തന്മാത്രകളാണ് ഉണ്ടായിരിക്കുന്നത്, വ്യത്യസ്ത തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നതാണ് മിശ്രിതം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് ക്ലാസിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ആ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുന്ന സ്വർണം, വെള്ളി, എന്താണ് നമ്മുടെ കോപ്പർ, പിന്നെ സിൽവർ, ഗോൾഡ്, ഇതൊക്കെ എന്താണ് റിയാക്ടിവിറ്റി വളരെയധികം കുറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശുദ്ധരൂപത്തിലാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. സ്വർണം എന്ന് പറയുന്നത് ശുദ്ധപദാർത്ഥമാണെങ്കിൽ സ്വർണ്ണാഭരണം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു മിശ്രിതമായിരിക്കും. കാരണം സ്വർണം, വെള്ളി, ചെമ്പ് ഇതൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. ശുദ്ധജലം എന്ന് പറയുന്നു, ജലം എന്ന് പറയുമ്പോൾ അതെന്താണ്? അതൊരു ശുദ്ധപദാർത്ഥമാണ്. ശുദ്ധജലം എന്ന് കണ്ടാൽ അത് ശുദ്ധപദാർത്ഥമാണെന്നുള്ളത് എഴുതാണ് കേട്ടോ. അപ്പൊ കിട്ടിയല്ലോ. ഇനി അടുത്തത്, ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ശുദ്ധപദാർത്ഥമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ പാൽ, ശുദ്ധമായ നെയ്യ് എന്നിങ്ങനെയുള്ള പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ശുദ്ധമായത് എന്ന വാക്ക് ശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്നത് പരസ്യത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല. ശുദ്ധമായ വെളിച്ചെണ്ണ എന്നാൽ അതിൽ മറ്റ് എണ്ണകളോ ഘടക പദാർത്ഥങ്ങളോ അടങ്ങിയിട്ടില്ല എന്നാണ് വിപണി അർത്ഥമാക്കുന്നത്. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ വെളിച്ചെണ്ണ മറ്റു പല ഘടകങ്ങളുടെയും തന്മാത്രകൾ അടങ്ങിയ ഒരു ഏകാത്മക മിശ്രിതമാണ്. അധിക വായനയ്ക്ക് തന്നിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ശുദ്ധമായത് എന്ന് നമ്മൾ പ്രയോഗിക്കുന്ന അർത്ഥത്തിലല്ല കമ്പോളം അതിനെ കാണുന്നത്. ഫിസിക്സിൽ ശുദ്ധം എന്നുള്ള അർത്ഥത്തിലല്ല കമ്പോളത്തിൽ ശുദ്ധം എന്നതിന് അർത്ഥം. അപ്പൊ സയൻസിൽ എങ്ങനെയാണ്? ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് മറ്റു പല ഘടകങ്ങളുടെയും തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള ഒരു ഏകാത്മക മിശ്രിതമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പദാർത്ഥങ്ങൾ ശുദ്ധപദാർത്ഥങ്ങൾ എന്നും മിശ്രിതങ്ങൾ എന്നും ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ മിശ്രിതങ്ങളെ ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം എന്ന് പറഞ്ഞിട്ടും ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് അല്ലെ. ഇനി കൂടി കലർന്നവയെ വേർതിരിക്കാനായിട്ടുള്ള പരിപാടികളൊക്കെയാണ് നോക്കുന്നത്. കല്ല് കലർന്ന അരി, മണലും ഇരുമ്പ് പൊടിയും കലർന്നത് ഒക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാവുന്നത്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ള ഏതെങ്കിലും ഒരു മിക്സറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടുള്ള സെപ്പറേഷൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ചായയിൽ നിന്ന് ചായച്ചണ്ടി വേർതിരിക്കാൻ നമുക്ക് അരിപ്പ ഉപയോഗിക്കാം അല്ലെ. അരി വേവിക്കുന്നതിന് മുമ്പ് കഴുകുമ്പോൾ അരിയിൽ നിന്ന് ചെറിയ കല്ലുകളൊക്കെ നമുക്ക് പെറുക്കി വേർതിരിക്കാനായിട്ട് പറ്റും. അങ്ങനെ പല കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഉപ്പളങ്ങളിൽ നിന്ന് കടൽ വെള്ളത്തിൽ നിന്ന് അല്ലെ, ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നു, മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ്, സെപ്പറേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കാട്ടോ, ശരീരത്തിനുള്ളിലെ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയ ഡയാലിസിസ് ആണ് തന്നിരിക്കുന്നത്. രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ് വൃക്കകൾ. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണ് ഉള്ളത്. ഈ രക്തം നിരന്തരമായി നമ്മുടെ വൃക്കകളിൽ കൂടി അരിക്കലിന് വിധേയമാകുന്നുണ്ട്. ഇത് ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന വേർതിരിക്കൽ പ്രക്രിയയാണ്. വൃക്കകൾക്ക് തകരാർ സംഭവിച്ചാൽ ഈ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ് രോഗി ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇത്തരം രോഗികളെ സഹായിക്കുന്ന കൃത്രിമ അരിക്കൽ പ്രക്രിയയാണ് ഡയാലിസിസ്. അപ്പൊ ഡയാലിസിസിനെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഡയാലിസിസിനെ കുറിച്ചാണ്. കൃത്രിമമായിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിലെ രക്തത്തിലെ എന്താ പറയണ്ടേ കാര്യങ്ങൾ, അരിച്ചു മാറ്റേണ്ട കാര്യങ്ങളെയൊക്കെ അരിച്ചു മാറ്റുന്ന പ്രക്രിയയാണ് ആര് ചെയ്യുന്നത്? വൃക്ക ചെയ്യുന്നത്. അപ്പൊ വൃക്ക തകരാറിലാകുമ്പോൾ ഈ അരിക്കൽ പ്രക്രിയ നിർവഹിക്കാനായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? ഡയാലിസിസ് എന്ന് പറയുന്നത്.
ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും നാം നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലെ. മിശ്രിതങ്ങളുടെയും ശുദ്ധപദാർത്ഥങ്ങളുടെയും സവിശേഷതകളും ഉപയോഗങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ശുദ്ധപദാർത്ഥങ്ങൾ, മിശ്രിതങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ടുണ്ട്. അത് ഇനി നമുക്ക് പഠിക്കേണ്ടത് 8th സ്റ്റാൻഡേർഡിൽ ജലം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. കൂടാതെ 9th സ്റ്റാൻഡേർഡിൽ ഒരു ലെസൺ ഉണ്ട്, ലായനികൾ. ആ ഒരു ഭാഗത്ത് നമുക്ക് ഈ മിശ്രിതങ്ങളെ കുറിച്ചും ശുദ്ധപദാർത്ഥങ്ങളെ കുറിച്ചും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ? ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വീക്ക്ലി സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. താങ്ക്